ഹലോ. സോ ഇന്ന് വീണ്ടും രണ്ട് പ്രധാനപ്പെട്ട ടേംസ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിലൊന്ന് റെമിഷനും രണ്ട് റിലാപ്സും ആണ്. ഇത് വളരെ കോമൺ ആയിട്ട് ഈ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിലൊക്കെ ഉള്ള ആൾക്കാർ കേട്ടിട്ടുള്ളൊരു ടേം ആയിരിക്കും. ഇത് തമ്മിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റെമിഷനാണ്. റെമിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കീമോതെറാപ്പി അല്ലെങ്കിൽ റേഡിയോതെറാപ്പി എന്തൊരു ട്രീറ്റ്മെൻറ്റിലുള്ള ക്യാൻസർ രോഗിക്കും നമ്മൾ കുറേ മീൻസ് ഓൾറെഡി ട്രീറ്റ്മെൻറ്റൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഒരു നിശ്ചിത ഇടവേളകളിൽ, അതായത് ഒരു സൈക്കിൾ ഓഫ് ട്രീറ്റ്മെൻറ്റ് കഴിയുമ്പോഴത്തേക്കും കുറേയധികം ബ്ലഡ് ടെസ്റ്റുകളോ അല്ലെങ്കിൽ സ്കാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആ റിസൾട്ട്സ്, എസ്പെഷ്യലി ഫോർ എ ബ്ലഡ് ക്യാൻസർ പേഷ്യൻറ്റ്, ബ്ലഡ് സെൽസിൻ്റെ അതിൻ്റെ കൗണ്ട്സ് എല്ലാം നോർമൽ ആവുക, വേറെ ഒരു എവിഡൻസും കാണിക്കാതിരിക്കുക, ആ രോഗത്തിൻ്റെ ഓരോ എവിഡൻസും നമ്മൾ ചെയ്യുന്ന ടെസ്റ്റുകളിലൊന്നും കാണിക്കാതിരിക്കുന്ന ആ ഒരു സാഹചര്യം വരുമ്പോൾ നമ്മൾ ആ പേഷ്യൻ്റ് റെമിഷനിലാണെന്ന് പറയും. ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ടൊന്നും കാണാതിരിക്കുമ്പോൾ നമ്മൾ കംപ്ലീറ്റ് റെമിഷൻ എന്നാണ് പറയുക. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പം ചില ആൾക്കാർക്ക് സ്റ്റിൽ പഴയ മുമ്പുണ്ടായിരുന്ന മാർക്കേഴ്സിനെക്കാട്ടിയും കുറച്ച് കുറവായിരിക്കും അവർ കാണിക്കുന്ന ബ്ലഡിൻ്റെ കൗണ്ട്സും കാര്യങ്ങളൊക്കെ. പക്ഷേ സ്റ്റിൽ അവിടെ ചെറിയൊരു എവിഡൻസ് ഓഫ് ആ രോഗമുണ്ട്. അങ്ങനെയാണെങ്കിൽ പാർഷ്യൽ റെമിഷൻ എന്നാണ് പറയുക. അപ്പം ഈ കംപ്ലീറ്റ് റെമിഷൻ ആണെങ്കിലും പാർഷ്യൽ റെമിഷൻ ആണെങ്കിലും അവിടെ കൂടെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്യില്ല. എസ്പെഷ്യലി പാർഷ്യൽ റെമിഷനുള്ള പേഷ്യൻസിന് ട്രീറ്റ്മെൻറ്റ് മുൻപുള്ളതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യും. പക്ഷേ നമ്മൾ കംപ്ലീറ്റ് റെമിഷൻ ആയിട്ടുള്ള ഒരാൾക്ക് ചിലപ്പോൾ ആക്റ്റീവായിട്ടുള്ള ആ ഒരു ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ അങ്ങനെ ചെയ്യില്ല. പക്ഷേ ഫോളോ അപ്പുകൾ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കും. ഈ കംപ്ലീറ്റ് റെമിഷനിൽ എത്തിയെന്ന് വെച്ചിട്ട് അതിൻ്റെ അർത്ഥം നമ്മൾ രോഗമുക്തി നേടി എന്നല്ല, വേണമെങ്കിൽ തിരിച്ചു വരാം. പക്ഷേ ഇത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സൈനാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് റെമിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് നമ്മളെ ടാർഗറ്റ് ഈ ഒരു ട്രീറ്റ്മെൻറ്റിൽ. ഓക്കെ, ഇനി രണ്ടാമത്തെ ടേമാണ്, അത് റിലാപ്സ് ആണ്. ഇപ്പോൾ റിലാപ്സ് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ആദ്യമേ പറഞ്ഞു, ഈ റെമിഷൻ എന്ന് പറയുന്ന സംഭവം സംഭവിച്ച ഒരാൾ, അപ്പം അവർ നോക്കുമ്പോഴത്തേക്കും ഇനി അവർക്ക് ഒരു ബ്ലഡ് കൗണ്ട്സും എല്ലാ കാര്യങ്ങളും നോർമലാണ്, ഇനി വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ അങ്ങനെ പോയൊരാൾക്ക് തിരിച്ച് വീണ്ടും വരികയാണ് രോഗം. പിന്നെ അതായത് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, നമ്മൾ ഫോളോ അപ്പും കാര്യങ്ങളെല്ലാം ചെയ്യും. ആ ഫോളോ അപ്പ് ടെസ്റ്റുകളൊക്കെ ചെയ്യുന്ന സമയത്ത് ഓൾറെഡി ഇങ്ങനെ പോയ ഒരു രോഗം വീണ്ടും തിരിച്ചു വരുന്നതിനാണ് നമ്മൾ റിലാപ്സ് എന്ന് പറയുന്നത്. എസ്പെഷ്യലി ഇപ്പം ചിലർക്കൊക്കെ 5 വർഷം ഒക്കെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമൊക്കെ ഇത് തിരിച്ചു വരാം. അതിനാണ് റിലാപ്സ് എന്ന് പറയുന്നത്. ഈ റിലാപ്സ് ആയിക്കഴിഞ്ഞാലും ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്, അതെല്ലാം കണ്ടിന്യൂ ചെയ്യും. റിലാപ്സിനും റെമിഷനും ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. സോ അതാണ് പ്രധാനപ്പെട്ട രണ്ട് ടേംസ്. ഈ ടേംസൊക്കെ മനസ്സിലാക്കുന്നതിലൂടെ നമുക്കിങ്ങനെ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ നഴ്സസൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് കുറച്ചുകൂടെ വ്യക്തമാകാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. സ്റ്റേ ട്യൂൺ. ബൈ.